നമുക്ക് വികസനം വേണം, ഒരു തർക്കമില്ല. അതുപോലെ നമുക്ക് എന്തും വേണം, പരിസ്ഥിതിയും വേണം. അഭിപ്രായം പറഞ്ഞവരെ നമ്മുടെ മുഖ്യമന്ത്രി കളിയാക്കിയത് വികസന വിദ്രോഹികളെന്നാണ്. അപ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല. ഒരു ബാദുഷയെ കൊന്നാൽ 1000 ബാദുഷമാരുണ്ടാവും. വയനാട് തുരങ്കത്തെ സംബന്ധിച്ച് ഒന്ന് പുനർവിചിന്തനം നടത്തണം. കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ കേരളം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായി അതിലോലമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടിയ മഴ, ഇതാണ് കേരളത്തിലെ മഴ. അതുകൊണ്ടാണ് നമുക്ക് മഴക്കാലം പ്രളയകാലമായും ഉരുൾപൊട്ടലിൻ്റെ കാലമായും വലിയ പ്രതിസന്ധിയാണ്. നമസ്കാരം. വയനാട് തുരങ്കപാതയായ ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് കേന്ദ്രം പാരിസ്ഥിതിക അനുമതി നൽകിയിരുന്നു. ഈ അനുമതി റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇക്കഴിഞ്ഞ ദിവസം വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായ ബാദുഷയ്ക്ക് വലിയ രീതിയിലുള്ള ആക്രമണമാണ്, അതായത് സൈബർ ആക്രമണം ഉൾപ്പെടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. കഴിഞ്ഞൊരു 10-25 വർഷക്കാലത്തെ കേരളവും അതിന് മുമ്പുള്ളൊരു കേരളവും ഒരു 30 വർഷം എടുക്കാം നമുക്ക്. 30 വർഷത്തിന് മുമ്പുള്ള കേരളവും 30 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ 2000-ന് മുമ്പുള്ളതും 2000-ന് മുമ്പുള്ള കേരളത്തിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യും പോലെ ചർച്ച ചെയ്താൽ പോരാ ഇപ്പോഴത്തെ വികസനം. ഇപ്പം എല്ലാവരും ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കേരയിൽ, തുരങ്കപാത, ഇരട്ടിപ്പാത, ഇങ്ങനെ വലിയ വികസനമാണ് പറയുന്നത്. വികസനത്തിനെതിരല്ല നമ്മളാരും, ഒരാളും എതിരല്ല. പക്ഷേ കഴിഞ്ഞ 10-25 വർഷക്കാലത്തെ കേരളം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായി അതിലോലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അറബിക്കടലിൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം അതീവ ഗുരുതരമായി ചൂടാകുന്നു. 20 ദിവസം ചൂടായിരുന്നത് 120 ദിവസത്തിലേക്ക് മാറുന്നു. അത് ശാസ്ത്രമാണ്. അപ്പോൾ വലിയ ചൂട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? പശ്ചിമഘട്ട മലനിരകളും അതിൻ്റെ താഴെ കിടക്കുന്ന കുറച്ച് താഴ്വരകളും പിന്നെ കടലും അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട് കൃത്യമായി കടൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണഫലം ഇവിടെ കിട്ടും. അത് മഴയുടെ രൂപത്തിലാണ് കിട്ടുന്നത്. കുറഞ്ഞ സമയത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടിയ മഴ, ഇതാണ് കേരളത്തിലെ മഴ. അതുകൊണ്ടാണ് നമുക്ക് മഴക്കാലം പ്രളയകാലമായും ഉരുൾപൊട്ടലിൻ്റെ കാലമായും വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ വയലിൽ നികത്തുന്നതും മലയിടിക്കുന്നതും ഒക്കെ കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോഴാണ് വൻകിട പദ്ധതികൾ വരുന്നതിനോടും, വൻകിട അല്ല, ഇത്തരത്തിലുള്ള പാരിസ്ഥിതികമായി ദുരന്തമുണ്ടാക്കുന്ന പദ്ധതികൾ വരുന്നതിനോടുള്ള ചില എതിർപ്പുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒന്ന്. നമ്പർ 2, ഈ ഇതുപോലത്തെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ സംശയം ചോദിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് ഇതൊക്കെ ചോദിക്കാനും പറയാനും, എന്താണെന്നറിയാൻ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ സംഭവിച്ചു. എവിടെ? വയനാട് സംഭവിച്ചു, മലപ്പുറത്ത് സംഭവിച്ചു, ആ സമയത്ത് തന്നെ പാലക്കാട് സംഭവിച്ചു, ഇടുക്കിയിൽ സംഭവിച്ചു. വളരെ വലിയ തോതിലാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്ന മേപ്പാടി ഭാഗത്തൊക്കെ കൂടി ചേർത്തുകൊണ്ട്, കള്ളാംപൊയിൽ പറഞ്ഞല്ലോ, പോലും മേപ്പാടി സ്ഥലമെല്ലാം ചേർത്തുകൊണ്ട് വരുന്നൊരു തുരങ്കപാതയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർക്ക് ചില സംശയങ്ങളുണ്ട്. ഈ പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എന്തും പറഞ്ഞ് പ്രവർത്തനം നടത്തി ചുമ്മാ താടിയും വളർത്തി, ഈശാൻ താടിയും വളർത്തി, സഞ്ചിയും തൂക്കി കുളിക്കാതെ അങ്ങനെ നടക്കണ ഒരു വിഭാഗമൊന്നുമല്ല. പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ എന്തോ ഇല്ല, ആനവാലം കുരങ്ങന്മാരെ സംരക്ഷിക്കാൻ നടക്കണ ഒരു വിവരമില്ലാത്ത മനുഷ്യരല്ല. അവരൊക്കെ പച്ചയായ കുടുംബം നയിക്കുന്ന, നന്നായി അവർ സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കുന്നവരും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നവരുമാണ്. അങ്ങനെയുള്ളവരാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയൊക്കെ ബാദുഷ എന്നൊക്കെ പറയുന്നത്. അവർ വളരെ സീനിയർ ആളുകളാണ്, എത്രയോ വർഷമായി രംഗത്ത് നിൽക്കുന്നവരാണ്. അവരൊന്നും വികസന വിരുദ്ധരല്ല. ഇനി ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരും. 1960-കളിൽ റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. റേച്ചൽ കഴ്സൺ അമേരിക്കയിൽ. എന്താണ് അവിടുത്തെ മരങ്ങൾ ഒരുപാട് വ്യാപകമായി നശിപ്പിക്കുന്നത് കൊണ്ട് കിളികൾ ചലയ്ക്കുന്നില്ല, വസന്തം വരുന്നില്ല എന്നുള്ളതാണ് പുസ്തകം. ആ പുസ്തകം എഴുതിയപ്പോൾ നമ്മൾ മൂരാച്ചി പിന്നെതാണ് സാമ്രാജ്യത്വക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോഴും കളിയാക്കുന്നുണ്ട് അമേരിക്ക. പക്ഷേ അമേരിക്ക 60-കളിൽ ഇവർ ഈ പുസ്തകം എഴുതിയപ്പോൾ അവരുടെ ആശങ്ക, ആ പുസ്തകം ലോകത്തിലെ എല്ലാ ഭാഷയിലും പോയി കേട്ടോ, വലിയ പ്രശസ്തമായ പുസ്തകമാണ്. അപ്പോൾ മലയാളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഭരണകൂടം വിളിച്ചവരെ കേട്ടു. എന്താണ് അവർ പറഞ്ഞനുസരിച്ച് അവർ കേട്ടത് വെച്ചിട്ടൊരു പഠന കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം DDT നിരോധിച്ചു. അങ്ങനെയാണ് ലോകത്തെ DDT നിരോധിക്കുന്നത് അമേരിക്കയിലൊക്കെ. ഒരു ഭരണകൂടം, സാമ്രാജ്യത്വ ഭരണകൂടമെന്ന് നമ്മൾ പറയുന്ന ഭരണകൂടം പോലും ഒരു പരിസ്ഥിതിയുടെ ഒരു ശാസ്ത്രജ്ഞ ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായി.
ഇവിടെ കേരയിൽ വന്നു. കേരയിൽ വന്നപ്പോൾ RVG മേനോൻ അടക്കമുള്ള പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന പ്രവർത്തനം നടത്തുന്ന ആളുകൾ അഭിപ്രായം പറഞ്ഞു. തണൽ ശ്രീധർ, പിന്നെ RVG മേനോൻ, അങ്ങനെ CR നീലകണ്ഠൻ, ഈ ബാദുഷ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആൾ, പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ, ഒത്തിരി ആളുകൾ അഭിപ്രായം പറഞ്ഞു. അവർ വേറൊന്നും പറഞ്ഞില്ല. അഭിപ്രായം പറഞ്ഞവരെ നമ്മുടെ മുഖ്യമന്ത്രി കളിയാക്കിയത് വികസന വിദ്രോഹികളെന്നാണ്. അപ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല ആരും. ഇപ്പോൾ ബാദുഷ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലണം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 34 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ആഹ്വാനം ചെയ്തത് 50,000 പേര് ചെല്ലുമെന്നാണ്. പക്ഷേ 34 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ചില റിസോർട്ട് ലോബികളുടെ അവിടുത്തെ ചില ചേട്ടന്മാരുടെയൊക്കെ ബിനാമികൾ അവിടെ ജോലി ചെയ്യുന്ന പയ്യന്മാരൊക്കെയാണ് പോയത്. 34 പേരേ ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ബാദുഷയുടെ വീട്ടിലുണ്ടായിരുന്നു. ഈ പരിസ്ഥിതി പ്രവർത്തനം, പിന്നെ 19 പോലീസും ഉണ്ടായിരുന്നു. അവർ ചുമ്മാ സമയം കളഞ്ഞതാണ്. ചുമ്മാ പോയൊരു മുദ്രാവാക്യ റോട്ടി വിളിച്ച്, അതല്ല വിഷയം. ഇദ്ദേഹത്തെ കൊന്നുകളയും, തട്ടിക്കളയും. ഞാൻ ചോദിക്കുന്ന, ഒരു ബാദുഷയെ കൊന്ന എന്താ സംഭവിക്കുക? ഞാൻ 3 പ്രാവശ്യം എൻ്റെ ഈ ജീവിതത്തിനിടയിൽ 3 പ്രാവശ്യം ഇത് പറഞ്ഞാൽ ഇതൊന്നും പുറത്ത് പറയാത്തതാണ്. സർവീസിലുള്ളപ്പോഴാണ് 3 പ്രാവശ്യം എന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞാണ്. മൂക്കുന്നിമല സമരം അവിടെ നടന്നപ്പോൾ ഞാനാണ് ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. 10-15 ആളുകൾ പങ്കെടുത്തൊരു സമരം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് രാത്രി, അന്ന് സർവീസിലുള്ള സമയത്താണ്. അന്ന് രാത്രി എനിക്ക് 3 ഫോൺ കോളാണ് വന്ന് എന്നെ തട്ടിക്കളയുമെന്ന്. അതൊക്കെ വരും. അന്ന് പിന്നെ സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേര് വന്നില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്കലയിൽ ഇതുപോലെ ഒരു ഫാക്ടറിയിൽ കുഴപ്പം വന്നെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി കണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായി നിൽക്കുന്നതിന്, പരിസ്ഥിതിയല്ല, ഫാക്ടറിയിലുള്ള ഈ കുഴപ്പം മാറ്റണം. ഫാക്ടറി പൂട്ടണമെന്ന് നമ്മൾ പറഞ്ഞില്ല. ഫാക്ടറി പുറത്ത് വിടുന്ന അഴുക്ക വെള്ളം ശുദ്ധീകരിച്ച് വിടാവൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് വധഭീഷണി വന്നു, കൊന്നുകളയുമെന്ന് പറഞ്ഞു. നമ്മളൊന്നും മൈൻഡ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേരളത്തിലെ മലകൾ മുഴുവൻ, ഞാനിതൊന്നും ഇപ്പോഴാണ് പുറത്ത് പറഞ്ഞത്, കേരളത്തിലെ മലകൾ മുഴുവൻ ഇങ്ങനെ യാതൊരു തത്വദീക്ഷയില്ലാതെ ഇടിച്ചു കളയുന്നത് ഒരു പഠനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ ഇടിക്കണമെങ്കിൽ മിനിമമേ ചെയ്യാവൂ, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കുഴപ്പം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലൊരു കേസ് കിടക്കുകയാണ്. ഞാനതിനകത്ത് കക്ഷിയാണ്. അപ്പം അതിൻ്റെ പേരിലുണ്ട് ഭീഷണി. അപ്പോൾ ഇത് ഒരു സുഖമാണ്. ആളുകളെ കൊന്നുകളയും, തട്ടിക്കളയും എന്നൊക്കെ പറയുന്നത്. ഒരു ബാദുഷയെ കൊന്നാൽ 1000 ബാദുഷമാരുണ്ടാവും. ഒരു ബാദുഷയാണോ? അല്ലല്ലോ. അല്ല, അദ്ദേഹം സീനിയർ സിറ്റിസൺ, അദ്ദേഹം മരിച്ചു പോകില്ലേ? അവിടെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഒരു ചെറിയ സംഘമാണ്. അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ അവരെക്കുറിച്ചുള്ള ആക്ഷേപം പറഞ്ഞു പുറത്തുനിന്ന്. വിദേശ ഫണ്ട് പോയിട്ട് സ്വദേശ ഫണ്ട് പോലും അവർക്കില്ല. അവർക്കൊരു ഫണ്ടുമില്ല. കഴിഞ്ഞ ദിവസം കാട് മുതൽ കടൽ വരെ എന്ന് പറഞ്ഞൊരു പരിപാടി തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നായിരുന്നു. നമ്മുടെ MG രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഏഷ്യാനെറ്റിൽ രാധാകൃഷ്ണൻ, പഴയ ഇന്ത്യ ടുഡേയിലുള്ള രാധാകൃഷ്ണൻ ആയിരുന്നു പുസ്തകം ഏറ്റുവാങ്ങിയത്. ഈ കാട് മുതൽ കടൽ വരെ ഒരു മാനിഫെസ്റ്റോ. അപ്പോൾ അത് മുല്ലക്കരത്നാൻ ഉണ്ടായിരുന്നു, വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, കുമ്മനം രാജശേഖരൻ വരുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് വന്നില്ല. വേറെ ഒത്തിരി നേതാക്കളുണ്ടായിരുന്നു. കേരളത്തിലെ പാരിസ്ഥിതിക പ്രവർത്തകരെല്ലാം കഴിഞ്ഞ ദിവസം ഇവിടെ ഒത്തുകൂടി, ഈ പ്രസ് ക്ലബ്ബിൽ ഒത്തുകൂടി. ആ പാരിസ്ഥിതിക പ്രവർത്തകർ എന്ന് പറയുന്നത് പ്രൊഫസർമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സയൻറ്റിസ്റ്റുമാർ, റിട്ടയർഡ് സയൻറ്റിസ്റ്റുമാർ, ഇവരാണ് ഒത്തുകൂടിയത്. അല്ല, പാരിസ്ഥിതിക പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ തെക്കുവടക്ക് നടക്കണ ആരുമല്ല. അപ്പോൾ ഇവരെല്ലാം ഒത്തുകൂടി കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ കാട് മുതൽ കടൽ വരെയുള്ള പ്രദേശത്ത് എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസിനെ കുറിച്ച് ഇനി വരാൻ പോണ മാനിഫെസ്റ്റോകളിൽ, എല്ലാ പാർട്ടിയുടെ മാനിഫെസ്റ്റോകളിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖ തയ്യാറാക്കി കൊടുത്തായിരുന്നു. അത് റിലീസ് ചെയ്തവർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് വികസനം വേണം, ഒരു തർക്കമില്ല. അതുപോലെ നമുക്ക് എന്തും വേണം, പരിസ്ഥിതിയും വേണം. കൃത്യമായി മനുഷ്യരുണ്ടെങ്കിലേ ഇവിടെ ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഹൈക്കോടതിയിലൊരു കേസ് വന്നപ്പോഴാണ്, ഹൈക്കോടതി കേസ് എതിർത്തും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സുപ്രീം കോടതിയിലേക്ക് കേസിന് പോയത്. ഈ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി, അതിൻ്റെ ഭാഗമായിട്ടാണ് ബാദുഷാൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതിനകത്ത് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ പരിസ്ഥിതി വികസനവുമായിട്ടുള്ള ഈ ചർച്ച നമുക്ക് കേരളത്തിൽ തുടർന്നേ കഴിയൂ. കാരണം അത്രമാത്രം കാലാവസ്ഥ വ്യതിയാനവും ഓരോ പ്രദേശവും സെൻസിറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൻസിറ്റീവായി വരുമ്പോൾ, പരിസ്ഥിതിയുമായി പ്രശ്നം വരുമ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ? ഇത് ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ മാനിഫെസ്റ്റോ വരും, എല്ലാവരുടെയും പ്രകടന പത്രിക വരും. നമുക്ക് അറിയേണ്ടതുണ്ട്, നിങ്ങൾ എന്താണ് പരിസ്ഥിതിക്ക് സൗഹൃദമായ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യവസായം തുടങ്ങുന്നു, പരിസ്ഥിതി സൗഹൃദമാക്കുന്നത് എങ്ങനെ? ഒരു റോഡ് പണിയുന്നു, പരിസ്ഥിതി സൗഹൃദമാക്കാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അമലെ, ഞാൻ സിംഗപ്പൂർ പോയിട്ടുണ്ട്, മലേഷ്യയിലും. സിംഗപ്പൂർ ചെന്നപ്പോൾ ഷങ്കായി വിമാനത്താവളമുണ്ട് അവിടെ. ആ വിമാനത്താവളത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ശകലം ഇൻ്റർനാഷണൽ വിമാനത്താവളമാണ്, കുറച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ നടക്കണം. നമ്മൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഫ്രണ്ട് അങ്ങ് വാഹനത്തിലേക്ക് പോകാനായിട്ട്, മറു സൈഡിൽ കൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ വെള്ളച്ചാട്ടം, കാട്, കൃത്രിമമായ കാടുണ്ടാക്കിയത് എവിടെ? വിമാനത്താവളത്തിലാണ്. അവിടെ പിന്നെ ആളുകൾ ഇന്ന് സെൽഫി എടുക്കും. പുതിയ എന്താണ് ലവ് കോർണർ പോലുള്ള സ്ഥലങ്ങൾ, പുതിയ കല്യാണം കഴിക്കുന്ന കുട്ടികളൊക്കെ വന്ന് അവിടെ നിന്ന് സെൽഫി എടുത്ത് പോകും. മനോഹരമായിട്ടാണ് അവർ പ്രകൃതിയെ കൂടി ഇതിനകത്തേക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. റോഡ് പണിയുന്നുണ്ട് മലേഷ്യയിൽ, കിലോമീറ്ററോളം റോഡാണ്, ഭയങ്കര വീതിയാണ്, നമ്മൾ കാണാവുന്നതിനേക്കാൾ വലിയ വീതിയാണ്. പക്ഷേ അതിൽ 2 സൈഡിലും കൃത്യമായ ഒരു 10-15 മീറ്റർ എന്താണ്
മരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ തിരുവനന്തപുരത്ത് റോഡ് വെച്ചു, ഈ സ്മാർട്ട് സിറ്റി എത്ര മരമാണ് മുറിച്ച് കളഞ്ഞത്? നമ്മളെ NH എത്ര മരമാണ് മുറിച്ച് കളഞ്ഞത്? 45 മീറ്റർ 50 മീറ്റർ റോഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു 5 മീറ്റർ ഒരു മരത്തിന് വേണ്ടി വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ? കവടിയാറിൽ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, തിരുവനന്തപുരത്ത് പബ്ലിക് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ, മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കേരളത്തിൽ പറ്റില്ലേ? ഇതേ പറയുന്നുള്ളൂ. അപ്പോൾ വികസനം വേണം, പരിസ്ഥിതിയെ സംരക്ഷിക്കപ്പെടണം. ഒരിടത്ത് മരം വെച്ച് പിടിപ്പിക്കലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വേറൊരു കാര്യമായിരിക്കും. ചില പദ്ധതികൾ ഉപേക്ഷിക്കണം, ചില പദ്ധതികൾ സംശയം വരും. ഇപ്പോൾ കേരളയിൽ സംശയമുള്ളതുകൊണ്ടല്ലോ ഉപേക്ഷിച്ചത്. ചില പദ്ധതികളിൽ പിന്നെ ആളുകൾക്ക് ആശങ്ക വരും. അത് മാറ്റിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനും കോടതിക്കൊക്കെ ഉണ്ട്. അതിനാരെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവരെ കൊന്നുകളയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, 1000 പേര് കാണും ഇവിടെ കേസ് പറയാനും പിടിക്കാനും ഒക്കെ. വയനാട്ടിൽ ഞാനിപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ വയനാട്ടിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. പണ്ടത്തെ ഒരു കാലാവസ്ഥയല്ല. അതുകൂടാതെ വലിയൊരു ദുരന്തമാണ് ഇക്കഴിഞ്ഞ വർഷം നമ്മുടെ മേപ്പാടിയിൽ എല്ലാം തന്നെ നടന്നത്. അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ തുരങ്കപാത വരുമ്പോൾ ഇനി എന്തെല്ലാം മാറ്റങ്ങളായിരിക്കാം വയനാട്ടിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മളൊരു രസകരമായ കാര്യം എന്തറിയാമോ? കേരളത്തിലെ ഊട്ടിയായി, നിങ്ങൾ വയനാടുകാരനാണ്, പക്ഷേ വയനാടുകാരനെ താങ്കളോട് പറഞ്ഞാൽ താങ്കൾക്കത് ഫീൽ ചെയ്യില്ല. കാരണം താങ്കളവിടെ നിൽക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. കേരളത്തിലെ ഊട്ടിയായിരുന്നു വയനാട്. ശരി, ചുരമുണ്ടല്ലോ, ചുരം അങ്ങ് കയറി അങ്ങ് എത്തിക്കഴിയുമ്പോൾ വേറെ കാലാവസ്ഥയാണ്. കോടമഞ്ഞും ഒരു രസകരമായ ഒരു സ്ഥലമാണ്. നമുക്ക് വയനാടെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വേറൊരു ഫീലാണ് അവിടെ പോയിട്ട് വരുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷമായി കബനി നദി വറ്റി, എത്രയോ പ്രാവശ്യം കബനി നദി വറ്റി. ഭയങ്കര ചൂടാണ് അവിടെ. നിങ്ങളിപ്പോൾ വയനാട് പോയിട്ട് വന്നതിൽ ആദ്യ കഠിനമായ ചൂടാണ്. എങ്ങനെയാണ് ഈ കാലാവസ്ഥ ഇത്രയും മാറിയത്? ഈ സൂക്ഷ്മ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നത് എങ്ങനെ? അവിടെ ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ കുറേ കൺസേൺ പറയുന്നുണ്ട്. ഏതിനകത്ത്? ഈ തുരങ്കപാതയ്ക്കകത്ത്. ആനക്കൂട്ടുമായി ബന്ധപ്പെട്ടതും ആനയുടെ ആനത്താവളവും ആനയുടെ ഈ പിന്നെ ആന പോകുന്ന വഴിത്താരയുണ്ട്, ആനത്താര പോലുള്ളവയുടെ പ്രശ്നങ്ങൾ, കടുവ പോലുള്ളവയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ വലിയ ജീവികളുടെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. മലയിടിയുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഭൂഗർഭ ജലത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മണ്ണിടിച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ആര് പറയുന്നു? പാരിസ്ഥിതിക പ്രവർത്തകർക്കോ, പാരിസ്ഥിതിക പ്രവർത്തകർ പോട്ടെ, ഇത് പാരിസ്ഥിതിക പ്രവർത്തനം അവിടെ നിൽക്കട്ടെ. കേരള എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ, സംസ്ഥാന സർക്കാരിൻ്റെ, ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട കമ്മിറ്റി ഉണ്ടല്ലോ. അവരാദ്യം ക്ലിയർ ചെയ്തില്ലല്ലോ. പിന്നെ അവരെന്ത് ചെയ്തു? 10-40 കണ്ടീഷൻ വെച്ചാണ് ക്ലിയർ ചെയ്തത്. ആദ്യം ക്ലിയർ ചെയ്തില്ല, പറ്റൂല എന്ന് പറഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് കമ്മിറ്റി പറഞ്ഞു ഇത് പറ്റത്തില്ല, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവും. അവസാനം സമ്മർദ്ദം വന്നു, പൊളിറ്റിക്കൽ സമ്മർദ്ദം വരുമല്ലോ. സമ്മർദ്ദം വന്നപ്പോൾ അവർ കുറേ കണ്ടീഷൻസ് വെച്ച് കൊടുത്തു. ഈ കണ്ടീഷൻസ് എല്ലാം പാലിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് കേന്ദ്രത്തിലേക്ക് അയച്ചപ്പോഴും കേന്ദ്രവും കുറേ കണ്ടീഷൻസ് വെച്ചു. ഇങ്ങനെയാണ്. പക്ഷേ ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് കേന്ദ്രവും പാരിസ്ഥിതിക ബന്ധം കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ കണ്ടീഷനൊന്നും എന്ത് ചെയ്തിട്ടില്ല, പാലിച്ചിട്ടില്ല. ഒരു കണ്ടീഷനും പാലിക്കാതെ എൻവയോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്ന പരിസ്ഥിതി ആഘാത പഠനം, സാമൂഹ്യ ആഘാത പഠനം, 2 കാര്യങ്ങൾ നടത്തണം ഏത് പ്രോജക്റ്റിനും. ഇത് രണ്ടും നടത്തുന്നത്, അതിലും എനിക്കൊരു പൊതുവായ അഭിപ്രായമുണ്ട്, രണ്ടും നടത്തുന്നത് പലപ്പോഴും സ്വകാര്യ ഏജൻസികളാണ്. സ്വകാര്യ ഏജൻസികളെയോ സ്വകാര്യ വ്യക്തികളെയോ എടുത്ത് നടത്തിക്കോട്ടെ. സ്വകാര്യമായിട്ടാണ്. ഇപ്പോൾ പുറത്താണ് എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ റിട്ടയർ ആയ ഒരാളാണ് എക്സ്പേർട്ട്, അല്ലെങ്കിൽ പുറത്താണ് എക്സ്പേർട്ട് ഉള്ളതെങ്കിൽ നടത്തണം. പക്ഷേ സിസ്റ്റത്തിലുള്ള ഓർഗനൈസേഷൻ നടത്തണം. സിസ്റ്റത്തിലുള്ള ഓർഗനൈസേഷൻ പുറത്തുള്ളവരെ കൂടെ എടുത്ത് നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ഓർഗനൈസേഷനെയും പുറത്തുള്ളവരും കൂടെ ചേർത്ത് നടത്തണം. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. പുറത്തുള്ള ഏജൻസികളാണ്. അവർ പലപ്പോഴും ആരുടെ താല്പര്യങ്ങളായിരിക്കും സംരക്ഷിക്കുക? കമ്പനിയുടെ താല്പര്യങ്ങളായിരിക്കും, വർക്ക് കിട്ടുന്ന കമ്പനിയുടെ താല്പര്യങ്ങളായിരിക്കും സംരക്ഷിക്കുക. അത് കൊണ്ടുവരണമെന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളായിരിക്കും സംരക്ഷിക്കുക. ഇവിടെയാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ സംശയങ്ങളും. അത് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി മാത്രമല്ല, കേരളത്തിലെ 100 കണക്കിന് വരുന്ന പരിസ്ഥിതി സംരക്ഷണ സമിതിക്കാരുടെയും പ്രകൃതി സംരക്ഷണക്കാരുടെയും വ്യക്തികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാ പാരിസ്ഥിതിക വികസന സ്നേഹമുള്ളവരുടെയും മനുഷ്യ സ്നേഹമുള്ളവരുടെയും ഒന്നിച്ചുള്ളൊരു ചോദ്യമാണ്, ഇങ്ങനൊരു ഇത് വരുമ്പോൾ എന്തൊക്കെ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാകും? ആ പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് കൂടുതലെങ്കിൽ ഈ പദ്ധതി
ഉപേക്ഷിക്കണം. ഇതാണ് നമ്മളെ വാദം. അല്ലാതെ പരിസ്ഥിതി ദുരന്തങ്ങൾ കുറവുള്ളൊരു പദ്ധതിയാണെങ്കിൽ വന്നോട്ടെ, പക്ഷേ പരിസ്ഥിതി ദുരന്തങ്ങൾ ഒരുപാട് വരുന്നൊരു പദ്ധതി, ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക തന്നെ പെടണം എന്നുള്ളതാണ് പകരം വേറെ പദ്ധതി ആലോചിക്കണം. പദ്ധതികൾ വേണ്ടെന്നല്ല, ബദൽ പദ്ധതി ആലോചിക്കണം. അപ്പം പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മെഡിക്കൽ കോളേജ് വയനാടിലെ, താങ്കൾ വയനാടുകാരാണ്, വീണ്ടും പറഞ്ഞത് വയനാടിലെ മെഡിക്കൽ, ഇപ്പോൾ കോഴിക്കോടാണ് പ്രധാനപ്പെട്ട, ഇപ്പോൾ വയനാട് എനിക്കൊന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജ് ഉണ്ടോ? പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്. ആ പേരിനൊരു മെഡിക്കൽ കോളേജിനെ വലുതാക്കാൻ എന്താ തടസ്സം? പേരിൻ്റെ ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതിനെ വലുതാക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ. അവിടെ 25 പഞ്ചായത്തല്ലേ ഉള്ളൂ. ആപ്പാടെ 25 പഞ്ചായത്ത്. ആ 25 പഞ്ചായത്തിൽ ഈ മെഡിക്കൽ കോളേജിനെ ശക്തമാക്കാനും അതുപോലെ തന്നെ അതിനകത്ത് സിംഗിൾ ലൈൻ അനുവദിച്ചാൽ പോലും പ്രശ്നമില്ല. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. എങ്ങനെ പണ്ട് സായിപ്പിൻ്റെ കാലത്തൊക്കെ ഇടുക്കിയിലൊക്കെ ചെയ്തുള്ള ഒരു സിംഗിൾ ലൈൻ റെയിൽവേ, അത് അപ്പോൾ അതിന് മാത്രമായിട്ട് ചിന്തിക്കണം, മറ്റൊരു സ്ഥലത്തേക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, മെട്രോ പോലെ. അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ പിന്നെ ഈ 25 പഞ്ചായത്തിൽ ഒരിടത്ത് പേരിനെ ഉള്ളെങ്കിലും ബാക്കി 1-2 സ്ഥലത്തുകൂടി താലൂക്ക് ഹോസ്പിറ്റലോ ജില്ലാ ഹോസ്പിറ്റലോ താലൂക്ക് ഹോസ്പിറ്റലോ എന്തെങ്കിലും ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് സംവിധാനം ഒരുക്കാം. ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പകരം ഞങ്ങൾക്ക് കോഴിക്കോട് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി എന്ത് വേണമെന്ന് ഈ തുരങ്കപാത, നമുക്ക് അങ്ങനെ 5, 6, 10 രോഗികളെ കോഴിക്കോട്ട് എത്തിക്കാനാണെങ്കിൽ ഹെലികോപ്റ്റർ സംവിധാനം ആലോചിക്കുക. ഹെലികോപ്റ്ററിന് കുറച്ച് സ്ഥലം മതിയല്ലോ, അവിടെയും കോഴിക്കോട്ടും ആലോചിക്കുക, ഹോസ്പിറ്റലിൻ്റെ അടുത്തും ആലോചിക്കുക, അവിടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞത് എന്തിൻ്റെയെങ്കിലും പേര് പറഞ്ഞ് തിരുവനന്തപുരത്തെ വികസനവും കോഴിക്കോട്ട് വികസനവും ബാംഗ്ലൂരിലെ വികസനവും വയനാട് വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയേണ്ടി വരും. പക്ഷേ ഇനി വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. വയനാട്ടുകാരൻ, താങ്കൾ വയനാടുകാരനെ, ഞാൻ തിരുവനന്തപുരംകാരനായിട്ട് നിന്ന് പറയട്ടെ. താങ്കൾ വയനാടുകാരനായ താങ്കളോട് ഞാൻ പറയുന്നു, വയനാട് നിങ്ങൾ മറ്റ് സിറ്റികളിലുള്ളത് വേണമെന്ന് പറഞ്ഞാൽ അത് വരുത്താൻ പറ്റും പണമുണ്ടെങ്കിൽ. പക്ഷേ എന്ത് കാണൂല? വയനാട് കാണൂല. നിങ്ങൾക്ക് കുടിവെള്ളം കാണത്തില്ല, നിങ്ങൾക്ക് ശുദ്ധമായ വായു കാണത്തില്ല, നിങ്ങൾക്ക് അവിടെ ഭക്ഷണം കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാലാവസ്ഥ മാറിയാൽ. അപ്പം എങ്ങനെയാണ് ഇത് ജീവിക്കാൻ പറ്റുക? അപ്പോൾ അത് പ്രയാസമാണ്. അത് മനസ്സിലായില്ല. അപ്പം നമ്മൾ തിരിച്ച് ചിന്തിക്കുക. ഞാൻ ഒരു കൊച്ചു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, ആ ഭാഗം തീർക്കാം. പിന്നെ ഞാനൊരു ഈ ഉരുൾപൊട്ടൽ സമയത്ത് ഈ ബാദുഷയും വേറെ അവിടുത്തെ ഒരു സ്കൂൾ അധ്യാപകനും ഞാനും എല്ലാം കൂടി ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഈ ടൗൺഷിപ്പ് വേണമെന്ന് ഞാനാണ് പറയുന്നത് കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ അത് കൊണ്ടുവന്നു. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എതിർത്തു തന്നെ, എന്താ ടൗൺഷിപ്പ് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ അയാൾ ഒരു സ്കൂൾ അധ്യാപകൻ അവിടെ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തായിരുന്നു, ഈ ചാനൽ ചർച്ച. സ്കൂളിൽ ഞാൻ ചോദിച്ചു, താങ്കൾ ഞാൻ തിരുവനന്തപുരത്ത് AC റൂമിലും AC വീട്ടിലും താമസിച്ചിട്ട് ഞങ്ങൾക്കിതൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു. താങ്കളുടെ വന്നാൽ തിരുവനന്തപുരം സിറ്റിക്കകത്താണ് എൻ്റെ വീടിരിക്കുന്നത്. എന്തോരം പാരിസ്ഥിതികമായി ചെയ്യാൻ പറ്റുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ സിറ്റിക്കകത്ത് താമസിക്കുമ്പോൾ മഴവെള്ളം സംഭരിച്ചിട്ടുണ്ട്, ഇവിടെ പിന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, സോളാർ വെച്ചിട്ടുണ്ട്, സിമൻറ്റ് ഉപയോഗിച്ചല്ല കെട്ടിയിരിക്കുന്നത്. പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ ചെയ്തിരിക്കുകയാണ്. എന്തിന്? ഒരു പാരിസ്ഥിതികമായ ബോധത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒരു ബോധത്തിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നല്ല കാലാവസ്ഥ അകത്ത് കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ. ഈ ബോധം ഇവിടെ വലിയ പാരിസ്ഥിതികമായി സെൻസിറ്റീവ് ഏരിയ അല്ല ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ വീട് വെച്ചിട്ട് സ്ഥലം, വേണമെങ്കിൽ വേറെ രൂപത്തിൽ വീട് വയ്ക്കാം. പക്ഷേ എന്നിട്ട് ഇത് വയ്ക്കുന്നത് എന്താണ്? ഒരു കൺസേണിൻ്റെ പുറത്താണ്, നാളെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ, തലമുറയെക്കുറിച്ച്. അപ്പോൾ പിന്നെ വളരെ സെൻസിറ്റീവായ വയനാടിലെ ഏരിയകളിൽ അത് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം. അവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യം കൊണ്ടുവരണം, വിദ്യാഭ്യാസം കൊണ്ടുവരണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവരണം, ഒരു തർക്കമില്ല, എല്ലാം കൊണ്ടുവരണം. പക്ഷേ ബാംഗ്ലൂർ സിറ്റി ആക്കലല്ല അവിടെ. ആ ഒരു വ്യത്യാസമുണ്ട്. ബാംഗ്ലൂർ സിറ്റി ആക്കിയാൽ ബാംഗ്ലൂർ സിറ്റിയിൽ പോലും വെള്ളത്തിന് ക്ഷാമം വന്നല്ലോ, വരൾച്ച വന്നല്ലോ. അവിടെ നമ്മൾ കണ്ടതാണ്, സിറ്റിയിൽ ആളുകൾ കളഞ്ഞിട്ട് പോകുന്നത് കണ്ടതാണ്. അപ്പോൾ വയനാടെന്ന് പറയുന്നത് ഒരു പ്ലേറ്റോയാണ്, ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലേറ്റോ സമതല പ്രദേശമാണ്. അത് മൈസൂർ കുന്നുകളും മൈസൂരിൻ്റെ താഴ്വരയും താഴ്ന്ന പ്രദേശങ്ങളും പിന്നെ താമരശ്ശേരിക്കുമുള്ള ഒരു പ്ലേറ്റോ പ്രദേശമാണ്. പ്രത്യേക കാലാവസ്ഥയാണ് അവിടെ, പ്രത്യേക ഭൂമിശാസ്ത്ര വിഭാഗമാണ്. അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര വിഭാഗമാണ്. ആ ഭൂമിശാസ്ത്ര വിഭാഗത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇപ്പോൾ അവിടെ ചൂട് കൂടി വരുന്നതിനനുസരിച്ച് സംഭവിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുന്നത്. അവിടുത്തെ വെള്ളവും വായുവും മണ്ണിൻ്റെയും സ്വഭാവം മാറിയാൽ അത് മറ്റൊരു തരത്തിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പലായനം ചെയ്ത് പോവുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വരുമ്പോൾ ഇതിൽ കൺസേണുള്ള, അവിടെ വർഷങ്ങളായി താമസിക്കുന്ന അവിടെയുള്ള ആളുകൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? എതിർക്കുകയോ എതിർത്തിട്ടില്ല, ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കണം. പാരിസ്ഥിതിക അനുമതി നേടിയിരിക്കുന്നതിൽ ചില സംശയങ്ങളുണ്ട് എന്നാണ് കേസ്. ആ സംശയങ്ങൾ തീർത്തു കൊടുക്കണം. അപ്പോൾ വളരെ കൃത്യമായി വയനാട് തുരങ്കത്തെ സംബന്ധിച്ചൊന്ന് പുനർവിചിന്തനം നടത്തണം. ഇനിയിപ്പോൾ ഗവൺമെൻറ് ഏതാണെന്നറിയില്ല, ഏത് ഗവൺമെൻറ് ആയാലും അത് കൃത്യമായിരിക്കണം. പാരിസ്ഥിതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ ആളുകളുടെ ഈ കൺസേൺ പരിഹരിക്കണം. രണ്ടാമത് ഈ ബാദുഷയെ കൊല്ലും എന്നുള്ളതൊക്കെ പറയുന്നത് മൂഢസ്വർഗത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബാദുഷ പോയാൽ 1000 ബാദുഷമാർ ഈ പ്രകൃതിയിൽ എന്തുണ്ട്?
വന്നുകൊണ്ടിരിക്കും. അത് കാലത്തിൻ്റെ നിയോഗം ഓരോരുത്തരും ഏറ്റെടുക്കും, അവരത് കൊണ്ടുപോകും. ഇപ്പോഴേ തന്നെ ഒരുപാട് കുഞ്ഞു ബാദുഷമാർ പലയിടത്തും ജനിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തായാലും ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾക്ക് സമീപം വഴിയാണ് കടന്നു പോവുക. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പദ്ധതിക്കുള്ള പാരിസ്ഥിതിക അനുമതി നൽകിയത് എന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ആദ്യ സ്ഫോടനത്തിൻ്റെ സ്വിച്ച് ഓൺ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്. പ്രധാനമായും ഇതിൽ ഉയർന്നു വരുന്ന ചോദ്യം ഈ തുരങ്കപാത വികസനത്തിന് അനുയോജ്യമാണോ എന്നാണ്. അതായത് വയനാടിൻ്റെ വികസനത്തിന് ഈ ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത അനുയോജ്യമാണോ എന്നുള്ളതാണ്. വയനാടിൻ്റെ പ്രകൃതിയിലടക്കം വളരെ വലിയ മാറ്റങ്ങളാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം, അത് കൂടാതെ ഇക്കഴിഞ്ഞ വർഷമാണ് മേപ്പാടി മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ വലിയ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തുരങ്കപാത വരുന്നത് എന്നും ഏറെ ഭയപ്പെടുത്തുന്നതാണ്. ഇതിൽ പ്രധാനമായും സർക്കാർ ഉറ്റുനോക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ തുരങ്കപാത നിർമ്മാണ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.